ചില സിനിമകൾ ആ സമയത്ത് ചിലപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും. ചില സമയത്ത് അത് ആ ഒരു ഏതെങ്കിലും ഒരു സിനിമ തൻ്റെ ജീവിതത്തിനെ മാറ്റിമറിക്കാവോ എന്ന് വിചാരിച്ചിരുന്നൊരു സിനിമ അങ്ങനെ അന്ന് വേണ്ടാന്ന് റിജക്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ടില്ല. കാര്യം ആ. നമ്മൾ ഒരു നടനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഏത് വേഷം ചെയ്യാനും നമ്മൾ തയ്യാറാകണം. എന്ന് വെച്ചാൽ മഹാഭാരതം എടുത്തിട്ട് അതിൽ ഭീമൻ്റെ റോൾ എനിക്ക് എന്നാന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയാം ഞാൻ അൺഫിറ്റാണ്, ഞാൻ പോകാൻ പാടില്ല. ഞാൻ അല്ലാതെ പോകാതെ ഇവിടെ മോഹൻ്റെ ഒരു പടത്തിന് എന്നെ വിളിച്ചിരുന്നു. എൻ്റെ അന്ന് മൊബൈലൊന്നും ഇല്ലാത്ത കാലഘട്ടം, അതൊരു ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ തൃശ്ശൂരിൽ ഇറങ്ങണം, എന്നിട്ട് പിന്നെ ചാലക്കുടിയൊക്കെ കഴിഞ്ഞ് ഏതോ ഒരു എൻ്റെ പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു മദ്രാസ് മെയിലിൽ ഞാൻ വരും എന്ന് പറഞ്ഞു. അങ്ങനെ മദ്രാസ് മെയിലിൽ ഞാൻ രാത്രി 10 മണിയോ 10 മണിയോടുകൂടി ഞാൻ അവിടെ വന്നു, സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോൾ എല്ലാവരും എന്നെ അറിയപ്പെടുന്നൊരു സമയമാണ്. എന്നെ വിളിക്കാൻ വണ്ടി വന്നിട്ടില്ല. 10:30 11 പോർട്ടർമാരൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ ലാസ്റ്റ് ട്രെയിനൊന്നും വരാനില്ല, ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ്, സാറോട് ഒറ്റയ്ക്ക് രാജ്ചേട്ടൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുമെന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്കും മണി 11:30. എന്ത് പ്രൊഡക്ഷൻ മാനേജറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവസാനം ഒരു 12 മണിയായപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അയാൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങിയായിരിക്കും. 12 മണി അടുക്കാറായി, 11:30 അപ്പോഴും ഫോൺ എടുക്കുന്നില്ല. ബെല്ലടിക്കുന്നുണ്ട്. അയാൾ താമസിക്കുന്ന ഏതോ ഒരു ലോഡ്ജ് ഹോട്ടലിൻ്റെ നമ്പറാണ്, കിട്ടുന്നില്ല. അപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്തു, വെളിയിലിറങ്ങി ഒരു ടാക്സി അറേഞ്ച് ചെയ്തു. ഞാൻ നേരെ എറണാകുളത്ത് വന്ന് അവിടെ റൂമെടുത്ത് താമസിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ ട്രിവാൻഡ്രത്ത് വന്നു. പിറ്റേന്ന് രാവിലെ ഷൂട്ടിംഗ് റെഡി ആയപ്പോൾ മോഹൻ സാർ ചോദിക്കുന്നുണ്ട് അത് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് വന്നിട്ട് പോയി എന്നൊക്കെ. അങ്ങനെ ഞാൻ ഇങ്ങനൊരു ട്രിക്ക് അവിടെ നടന്നുകൊണ്ട് ഞാൻ പോയില്ല. അയാൾ മറന്നുപോയതോ എന്തോ, അല്ലെങ്കിൽ നമുക്കൊരു വില തരാത്തതാണോ, അങ്ങനെയുള്ള ഞാൻ പോയത്. നമുക്ക് വിലയില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ പോകാൻ പാടില്ല.